അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പോളിയച്ചൻ്റെ കൂടെ വീണ്ടും ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ സന്തോഷം. ഫെയ്ത്ത് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും, ബഹുമാനപ്പെട്ട അച്ഛനെയും നിങ്ങളെ ഓരോരുത്തരെയും. നമുക്കറിയാം, ഫെയ്ത്ത് ടോക്സിൽ നമ്മൾ വിശ്വാസപരമായ വിഷയങ്ങളെ ചോദ്യോത്തര ശൈലിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനോടൊപ്പം മുമ്പുണ്ടായിരുന്ന എപ്പിസോഡ് നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. തേദോറിന്റെ അനാഫ്രയെ കുറിച്ച് നമ്മൾ ഇതുപോലെ സംസാരിച്ചു. അത് ഒരുപാട് പേര് അത് വളരെ ഗൗരവത്തോടെ സ്വീകരിക്കുകയും അത് ഉപകാരപ്പെട്ടു എന്ന് പറയുകയും അതിനെ തുടർന്ന് പറഞ്ഞൊരു കാര്യം, നെസ്തോറിയസിന്റെ അനാഫ്രയെ കുറിച്ചുകൂടെ ഇതുപോലെ ഒന്ന് വിശദീകരണം ഞാൻ കിട്ടിയാൽ കൊള്ളാം എന്ന് താല്പര്യമുള്ളവർ എന്നെ അറിയിച്ചിരുന്നു. നെസ്തോറിയസിന്റെ അനാഫ്രയെ കുറിച്ച് പറയണമെന്ന്. അപ്പൊ നമുക്കറിയാം, ദനഹ തിരുനാൾ ഇതാങ്ങി എത്തി. അപ്പൊ ദനഹ തിരുനാൾ തൊട്ട് നെസ്തോറിയസിന്റെ അനാഫ്ര ആണ്ടുവട്ടത്തിൽ 5 ദിവസം അല്ലേ അച്ഛാ? 5 ദിവസം നെസ്തോറിയസിന്റെ അനാഫ്ര ചെല്ലുന്നത്. ദനഹ തിരുനാള്, സ്നാപക യോഹന്നാന്റെ തിരുനാള്, ഗ്രീക്ക് സഭാപിതാക്കന്മാരുടെ തിരുനാള്, 3 നോമ്പിന്റെ ബുധനാഴ്ച, പെസഹ വ്യാഴാഴ്ച. അപ്പൊ ആദ്യം അറിയേണ്ടത് ഈ പേര് തന്നെയാണ്. കുറച്ചു പേർക്കെങ്കിലും ഒക്കെ ഈ നെസ്തോറിയോസിന് അനാഫ്ര ചെല്ലാൻ ഒരു കാരണമായിട്ട് അവർ പറയുന്നത് നെസ്തോറിയോസ് ഒരു പാഷണ്ഡതയാണ്, നെസ്തോറിയൻ പാഷണ്ഡതയുണ്ട്, അതുകൊണ്ട് ഈ നെസ്തോറിയസിന് അനാഫ്ര ചെയ്യാൻ പാടില്ല, ചെല്ലാൻ പാടില്ല എന്നൊക്കെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്നവരുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. എന്തുകൊണ്ട് ഈ പേര് പാഷണ്ഡതയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ഈ പാഷണ്ഡത? സഭയുടെ ചരിത്രത്തിൽ നെസ്തോറിയൻ പാഷണ്ഡത എന്നൊരു പാഷണ്ഡത പ്രത്യേകിച്ചും പൗരസ്ത്യ സുറിയാനി സഭയുടെ മേൽ ആരോപിക്കപ്പെടുകയുണ്ടായി. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് ആയിരുന്ന നെസ്തോറിയസിൻ്റെ പേരിലാണ് ഈ പാഷണ്ഡത ഉയർന്നു വന്നത്. പക്ഷേ പിന്നീടുള്ള പഠനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം തന്നെ ഈ പാഷണ്ഡതയിൽ ഉൾപ്പെട്ടയാളാണെന്ന് പറയാൻ പറ്റിയില്ല എന്നാണ് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത്. നെസ്തോറിയൻ പാഷണ്ഡത എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്: ഈശോ മിശിഹായിൽ പാഷണ്ഡത എന്താണെന്ന് അറിയാൻ മേലാത്തൊരു കാണുന്നുണ്ടായിരിക്കും നമുക്ക്. നമ്മൾ ചിലപ്പോൾ പാഷണ്ഡത എന്നുള്ള വാക്ക് എന്താണ്? വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രബോധനം, പഠിപ്പീരിനെയാണ്, അബദ്ധ പ്രബോധനം, അബദ്ധ വിശ്വാസം എന്ന് പറയാം. യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനം. പാഷണ്ഡതയും പിന്നെ ശീഷ്മ എന്ന് പറഞ്ഞാൽ സഭയുടെ കൂട്ടായ്മയിൽ നിന്നുള്ള മാറി നിൽക്കുക, അധികാരത്തോടുള്ള അധികാരത്തെ, ന്യായമായ അധികാരത്തെ ധിക്കരിച്ച് മാറി നിൽക്കുന്നതിനെയാണ് ശീഷ്മ എന്ന് പറയുന്നത്. തെറ്റായ ഒരു പഠിപ്പീരായിട്ട് നെസ്തോറിയൻ പാഷണ്ഡത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഈശോ മിശിഹായിൽ 2 സ്വഭാവവും 2 ആളുകളും ഉണ്ടെന്ന് പറയുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ള കത്തോലിക്ക പ്രബോധനം എന്ന് പറയുന്നത് ഈശോയിൽ ഒരാളും 2 സ്വഭാവവും, അതായത് ദൈവിക സ്വഭാവവും മാനുഷിക സ്വഭാവവും. ഒരാൾ, ദൈവിക വ്യക്തി, ദൈവിക ആളെന്ന് പറയുന്നത്. അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ ഈ 2 സ്വഭാവങ്ങൾ എന്നുള്ളത് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ, അന്ത്യോക്യൻ പാരമ്പര്യത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം ഊന്നി പറഞ്ഞത് ഈ 2 സ്വഭാവങ്ങൾ ഇങ്ങനെ അമൂർത്തങ്ങളല്ല, സമൂർത്തമായി ഒരു വ്യക്തിയിൽ യാഥാർത്ഥ്യവൽക്കരിച്ചു, എംബോഡിമെൻ്റ് എന്നുള്ള രീതിയിൽ വന്നു. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ആ നേച്ചറിൻ്റെ ഈ വ്യക്തിയിലുള്ള സാക്ഷാത്കാരം, അതിന് അവർ ഉപയോഗിച്ച വാക്ക് ക്നോമ എന്ന വാക്ക് ഉപയോഗിച്ചു. ഈ ക്നോമ എന്ന വാക്ക് പക്ഷേ പർസോപ്പ എന്ന വാക്കാണ് പേഴ്സൺ എന്നുള്ളതിന് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഗ്രീക്ക് പാരമ്പര്യത്തിൽ അവർ ക്നോമയെയും പർസോപ്പയെയും ഏറെക്കുറെ സമാനമായിട്ട് ധരിച്ചു. അതുകൊണ്ട് തന്നെ ക്നോമ എന്ന വാക്ക് 2 ക്നോമയുണ്ടെന്ന് പറഞ്ഞപ്പോൾ 2 പേഴ്സൺസ് ഉണ്ടെന്നുള്ള രീതിയിൽ അതിന് വ്യാഖ്യാനിക്കപ്പെട്ടു. ഇനി അത് വീണ്ടും ഹെർസിയായിട്ട് വരുന്നത് ഇങ്ങനെ ഒരു മനുഷ്യ വ്യക്തിയുമുണ്ട്, ഒരു ദൈവ വ്യക്തിയുമുണ്ട്, അതിൽ മാനുഷിക വ്യക്തിയുടെ മാത്രം അമ്മയാണ് പരിശുദ്ധ മറിയെന്നുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനുണ്ടാകും. എന്നാൽ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം അങ്ങനെ ക്ലെയിം ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു തെളിവെന്ന് പറഞ്ഞാൽ പിന്നീട് ക്രിസ്തുവിജ്ഞാനീയപരമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ജോൺ പോൾ 2 മാർപ്പാപ്പയും ദനഹ 4 എത്തിച്ചേരുന്നുണ്ട്. ഒരു എഗ്രിമെൻ്റ് തന്നെ. ഈ 2 സഭകളും ഹോൾഡ് ചെയ്യുന്ന ഒരേ ക്രിസ്റ്റോളജി ആണെന്ന് ഏറ്റു പറയുന്നു. ഈ ക്രിസ്റ്റോളജി കിടക്കുന്നതൊക്കെ പ്രാർത്ഥനകളിലാണല്ലോ. ഈ ധാരണ ഒപ്പുവയ്ക്കുമ്പോൾ പോലും പൗരസ്ത്യ സുറിയാനി പ്രാർത്ഥനകളിലുള്ള ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥന തിരുത്തണമെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അവിടെ ഉള്ളതെല്ലാം ഓക്കെയാണെന്നുള്ള രീതിയിലാണ്. അതിൻ്റെ അർത്ഥം അവരുടെ പ്രാർത്ഥനകളിലൊന്നും ഈ പറയുന്ന സോക്കോൾഡ് ഹെരസി ഇല്ല എന്നാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ളത്. ഒരു പക്ഷേ ഇത്തരം ഒരു ധാരണ പണ്ടില്ലായിരുന്നു. പണ്ട് നെസ്തോറിയൻ പാഷണ്ഡത എന്ന് പറഞ്ഞാണ് പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം എന്നൊക്കെ കരുതിയവരുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്. ഉദയം പെരൂർ സുനോദോസിൻ്റെ കാലത്തൊക്കെ പാഷണ്ഡത ഉണ്ടെന്ന് തന്നെ ഉറപ്പായിട്ട് വിശ്വസിച്ച് നമ്മുടെ കുർബാന ക്രമത്തിലെയും മറ്റു പ്രാർത്ഥനകളിലൊക്കെ പലതും തിരുത്തിയിട്ടുണ്ട്. അത് തന്നെ ആ പേര് കേട്ടാൽ ഹെരസിയാണെന്നുള്ള ചിന്തയുണ്ടായിരുന്നു.
നിങ്ങൾ ഇതിന്റെ ഈ സംസാരത്തിന്റെ ആമുഖത്തിൽ തന്നെ കേട്ടിട്ട് നിങ്ങൾ ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ട് വരണ്ട. കാരണം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് നമ്മൾ ഈ പറഞ്ഞ പല വാക്കുകളും ഭയങ്കര സങ്കോചവും ആശങ്കയും ഉണ്ടാക്കുന്നതാണ്. അതിന്റെ ഒരു ചരിത്രം ആ ലെവലിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ മെല്ലെ ഈ അനാഫ്രയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഈ നെസ്തോറിൻ അനാഫ്രയുടെ ചരിത്രം വെച്ചാൽ അത് പറയാം. എങ്ങനെ ഇത് രൂപപ്പെട്ടു, ഏത് കാലത്താണ് നമുക്കിത് ഉപയോഗിക്കാൻ തുടങ്ങിയത്, നമുക്ക് തിരിച്ചു കിട്ടിയതിന്റെ പശ്ചാത്തലം, സീറോ മലബാർ സഭയിൽ നെസ്തോറിയൻ അനാഫ്ര റീഇൻസ്റ്റാൾ ചെയ്തതിന്റെ പശ്ചാത്തലം, കാര്യങ്ങളുണ്ട്. നെസ്തോറിയസിന്റെ കുദാശ അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒന്നാമത് തന്നെ മനസ്സിലാക്കണം, നെസ്തോറിയസ് എന്ന കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് എഴുതിയതല്ല. അദ്ദേഹമായിട്ട് ഇതിന് ബന്ധമില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കാലത്ത് കോൺസ്റ്റാന്റിനോപ്പിളിൽ പ്രചരിച്ചിരുന്ന നിലവിലുണ്ടായിരുന്ന ഒരു അനാഫ്രയായിരിക്കാം. അങ്ങനെ ഈ പേര് വന്നതായിരിക്കും. അതെ, അത് പിന്നെ പേര് കൊടുക്കാൻ കാരണം ഈ അനാഫ്രകളൊന്നും തന്നെ പേരിൽ അറിയപ്പെടുന്നവർ അവർ എഴുതിയതായിട്ടില്ല. ഉദാഹരണത്തിന് യാക്കോബിന്റെ അനാഫ്ര എന്ന് പറഞ്ഞാൽ യാക്കോബ് എഴുതിയതാണെന്നുള്ളതിനൊന്നും സ്ലീഹന്മാരുടെ അനാഫ്ര എന്നാണ് ആദ്യകാലത്ത് അനാഫ്രകളെല്ലാം അറിയപ്പെടുന്നത്. സ്ലീഹന്മാരുടെ അനാഫ്ര. പിന്നെ ഓരോ സഭയും അവരുടെ സ്ലീഹായെ മാനിച്ചുകൊണ്ട് ആ സ്ലീഹായുടെ പേരുകളെ ചേർക്കും. സ്ലീഹന്മാരുടെ അനാഫ്ര, യാക്കോബിന്റെ അനാഫ്ര എന്ന രീതിയിലിട്ട് പിന്നീട് അത് യാക്കോബിന്റെ കർത്താവിന്റെ സഹോദരനായ യാക്കോബിന്റെ അനാഫ്ര എന്ന രീതിയിൽ അത് അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം. യാക്കോബിന്റെ അനാഫ്ര സഭയിലാണ് അത് വെസ്റിയൻ ട്രഡീഷൻ എല്ലാം നമ്മളിവിടെ മലങ്കര സഭയിലെ ഓർത്തഡോക്സ് യാക്കോബായ സഭകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ പുറത്തൊക്കെയുള്ള വെസ്റിയൻ ട്രഡീഷൻ ഒക്കെ യാക്കോബിന്റെ അനാഫ്ര ഉപയോഗിക്കും. അതുപോലെ ക്രിസോസ്റ്റോമിന്റെ അനാഫ്ര എന്ന് പറഞ്ഞാൽ സ്ലീഹന്മാരുടെ 12 സ്ലീഹന്മാരുടെ അനാഫ്ര. ക്രിസോസ്റ്റോം അത് കുറേയൊക്കെ അഡാപ്റ്റേഷൻസ് ഒക്കെ വരുത്തി ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് അത് ക്രിസോസ്റ്റോമിന്റെ അനാഫ്ര എന്നറിയപ്പെട്ടു. മാർ അദ്ദായുടെയും മാർ മാറിയുടെ അനാഫ്രയും ഇതുപോലെ തന്നെ 12 സ്ലീഹന്മാരുടെ എന്ന് പറയുന്ന അനാഫ്ര. പിന്നീട് ആ കൂട്ടത്തിൽ പൗരസ്ത്യ സുറിയാനി സഭയുടെ സ്ലീഹന്മാരെന്ന് കരുതപ്പെടുന്ന മാർ അദ്ദായുടെയും മാർ മാറിയുടെയും കൂടെ പേര് കൂട്ടിച്ചേർത്തു. അങ്ങനെ വരുന്നതാണ്. അതുപോലെ സഭാപിതാക്കന്മാരെ ആദരിക്കാൻ വേണ്ടി സഭയുടെ ആരാധനക്രമത്തിൻ്റെ പ്രത്യേകിച്ച് അനാഫ്രകൾക്കൊക്കെ അവരുടെ പേരും കൂടെ ചേർത്തു. നെസ്തോറിയസ് എന്നാൽ പൗരസ്ത്യ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പിതാവാണ്. അതുകൊണ്ട് ആ പേര് ചേർത്തു. അതുപോലെ തിയഡോറിൻ്റെയും പേര് ചേർത്തത്. എന്നാൽ ചരിത്രത്തിൽ അതിനെക്കുറിച്ച് പിന്നെ വിഷമങ്ങളുണ്ടായി. നെസ്തോറിയൻ ഭാഷണ്ഡതയുടെ ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റുള്ളവർ ഇതിനെയൊക്കെ സംശയത്തോടെ നോക്കിയാണ് ഇവിടെ വന്നു. ഇനി പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലേക്ക് ഇത് എടുക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് ഒരുവിധം സ്വീകാര്യമായ ഒരു പാരമ്പര്യം 540-നും 552-നും ഇടയ്ക്ക് മാർ ആബ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ സന്ദർശിച്ചു. അങ്ങനെ സന്ദർശിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഈ 2 ഉദാശ പ്രാർത്ഥനകളും കൊണ്ടുവന്നാണ്. പൊതുവെ അതേക്കുറിച്ച് ഗ്രീക്ക് അനാഫ്രകളെന്നാണ് പറയുന്നത്. കാരണം വെസ്റിയൻ അഡീഷണൽ അന്ത്യോക്യയിലൊക്കെ ഉള്ളത്, അത് ഈ ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിളിലൊക്കെ ഉള്ള ലിറ്റർജിയെക്കുറിച്ച് വരുമ്പോൾ ഗ്രീക്ക് എന്ന് പറയാനുള്ള ഒരു പ്രവണതയാണ് പൗരസ്ത്യ സുറിയാനിക്കാർ പുലർത്തിയിരുന്നത്. ഇങ്ങനെ കൊണ്ടുവന്നൊരു അനാഫ്ര അതേപടി എടുക്കുകയല്ല ചെയ്തത്. നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കുറേ ഗ്രീക്ക് സാമ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് മാർ ജോൺ ക്രിസോസ്റ്റോമിൻ്റെ അനാഫ്രയോടും മാർ ബേസിലിൻ്റെ അനാഫ്രയോടും സാമ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്ഭവത്തിൽ ഗ്രീക്ക് അനാഫ്രയാണെന്ന് പറയാം. പക്ഷേ ഇന്ന് നമ്മുടെ കൈവശമുള്ള അനാഫ്രയുടെ ഘടനയും ഉള്ളടക്കവും പരിശോധിച്ചാൽ അത് പൗരസ്ത്യ സുറിയാനി അനാഫ്ര അദ്ദായുടെയും മാറിയുടെയും കുദാശയോട് വളരെയേറെ സാമ്യമുണ്ടെന്ന് കാണാം, ഉള്ളടക്കത്തിലും ഘടനയിലും ഒക്കെ. ഇത് പിന്നെ ദൈവശാസ്ത്ര വികാസം ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ തേഡോറിനെ കുറിച്ച് പറഞ്ഞതുപോലെ വളരെയേറെ ദൈവശാസ്ത്ര വിശകലനങ്ങളുമൊക്കെ ഇതിൽ നടന്നിട്ടുണ്ട്. ഓരോ മേഖലയിലും ക്രിസ്തു വിജ്ഞാനീയത്തിലും റൂഹാവിജ്ഞാനീയത്തിലും സഭാവിജ്ഞാനീയത്തിലും യുഗാന്തിപരമായ വിജ്ഞാനത്തിലും എല്ലാം ധാരാളമായിട്ടുള്ള വിശദീകരിക്കലുകൾ ഇതിനകത്ത് കാണാം. അത് വളരെയേറെ സഹായകമാണ്. നമ്മുടെ ഈ അനാഫ്രകൾ എന്തിന് പുതിയ അനാഫ്ര ഉണ്ടായെന്നുള്ള ചോദ്യത്തിൻ്റെ തന്നെ ഉത്തരവ് ഇതാണ്. സഭയുടെ ആരംഭകാലത്ത് ദൈവശാസ്ത്രം വേണ്ടത്ര വികസിച്ചിട്ടില്ല. അപ്പോൾ അന്നുപയോഗിച്ച അനാഫ്രകളിൽ പിന്നീട് കൂടുതൽ അതിൻ്റെ ദൈവശാസ്ത്ര വിശദീകരണങ്ങൾ നടത്തിക്കൊണ്ട് നടത്തുന്നതിൻ്റെ ഫലമായി ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് ഉൾക്കൊള്ളാൻ അവരുടെ വിശ്വാസ ജീവിതത്തിന് അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള വിശദീകരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ധാരാളമായിട്ട് നമുക്കിവിടെ നെസ്തോറിയസിൻ്റെ കുദാശയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ദൈവശാസ്ത്രപരമായിട്ട്. പക്ഷെ ഉറപ്പോടെ സഭയ്ക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, ഈ ദൈവശാസ്ത്രത്തിൽ പാഷണ്ഡതകളൊന്നുമില്ലെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. ഒരു കാലത്ത് ഒരുപക്ഷെ കൽദായ സഭ ഒരു ഭയത്തോടെ തെയഡോർ എന്ന പേര് ടൈറ്റിലായിട്ട് ഉപയോഗിച്ചില്ല.
രണ്ടാം കൂദാശ തേഡോർ നെസ്റ്റോറിസ് അവർ രണ്ടാം കൂദാശ മൂന്നാം കൂദാശ എന്നാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ സീറോ മലബാർ സഭയിൽ ഈ നെസ്റ്റോറിസിൻ്റെ കൂദാശ റിസ്റ്റോർ ചെയ്തപ്പോൾ അത് 2018 അപ്പോൾ മൂന്നാമത്തെ കൂദാശ മാർ നെസ്റ്റോറിസിന്റെ ക്രമം ഒന്ന് ചേർക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതിന് വത്തിക്കാന്റെ അംഗീകാരത്തിന് ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും അത് തന്നെ തെളിവാണ്. അംഗീകരിച്ചു, വത്തിക്കാനും അംഗീകരിച്ചു. വത്തിക്കാന് ഇത് വളരെ മുമ്പേ തന്നെ ഇത് അംഗീകരിച്ച 1957 12ാം പിയൂസ് മാർപ്പാപ്പ തേഡോറിൻ്റെയും നെസ്റ്റോറിയസിൻ്റെയും കൂദാശകൾ പുനരുദ്ധരിച്ച് ഉപയോഗിച്ച് തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷെ നമ്മൾ സ്വാഭാവികമായും മടിയായിട്ടത് ചെയ്തില്ല. 1962 1969 1983 വീണ്ടും ആവർത്തിച്ച് പൗരസ്ത്യതിരിസംഘം ഈ റിജിസ്ട്രേഷൻ വർക്ക് നടത്താനായിട്ട് സീറോ മലബാർ സഭയോട് ആവശ്യപ്പെട്ടു. ഏതായാലും അത് പൂർത്തിയായത് 2013 2018 അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും തിരുത്തലുകളാണെന്ന് ഒരിക്കലും നിർദ്ദേശിച്ചിട്ടില്ല. കാരണം പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെ ലിറ്റർജിക്കോ സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾക്കോ എന്തെങ്കിലും ഈ നെസ്റ്റോറിയൻ ഭാഷണ്ടത അവയിൽ എന്തെങ്കിലും ഉണ്ടെന്ന് സഭ ഇന്ന് കത്തോലിക്ക സഭ ഇന്ന് കരുതുന്നില്ല. ഇതിൻ്റെ പുനരുദ്ധാരണ വേളയിലെ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിരുന്നുകൊണ്ട് സിനഡിലെ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിരുന്നു. സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റിയിലെ ആ ചർച്ചകളിലൊക്കെ പങ്കെടുത്തപ്പോൾ എനിക്ക് വളരെ വിസ്മയകരമായി തോന്നിയ കാര്യം അവിടെ അങ്ങനെ ഒരു പാഷണ്ഡതയുടെ കാര്യം ആരും ഉന്നയിച്ചില്ല. എനിക്ക് അത്ഭുതകരമായി തോന്നി. ഒരുപക്ഷെ ലിറ്റററി കമ്മീഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉത്കണ്ഠ ഉണ്ടായിരുന്നു. തേഡോറിൻ്റെ നെസ്റ്റോറിയസിൻ്റെയൊക്കെ പേരിലുള്ള അനാഫറുകൾ ആ പേരിൽ തന്നെ റിസ്റ്റോർ ചെയ്യുമ്പോൾ അതിന് പാഷണ്ഡതയുടെ പേര് പറയുമെന്ന് അതൊരു വലിയ അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന്. പക്ഷേ അത്തരത്തിലുണ്ടായില്ല. കാരണം കത്തോലിക്ക സഭയിൽ പൊതുവായി ഈ അനാഫറുകളെക്കുറിച്ചൊരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതാണ് പൊതുവെ ചരിത്രപരമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത്ര നേരത്തെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായത്, ഒന്ന് നെസ്റ്റോറിയസിന്റെ അനാഫ്രയുടെ ആ പേര് വന്നതിന്റെ പശ്ചാത്തലം, നെസ്റ്റോറിയസിന്റെ അനാഫ്ര ഉത്ഭവിച്ചത് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിനെ ഗ്രീക്ക് അനാഫ്ര എന്ന് അതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോഴും അത് കേവലം ഒരു കടമെടുക്കലായിരുന്നില്ല. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തോട് അബ്ദായി മാറി അനാഫ്രയുടെ ഘടനയോട് ചേരുന്ന രീതിയിലാണ് അത് വന്നത്. അതിനുശേഷം റോം തന്നെ പല ആവർത്തി സീറോ മലബാർ സഭയോട് ആവശ്യപ്പെട്ടു, നമ്മുടെ യുണീക്നെസ് ആയ ഈ തേഡോറിന്റെ അനാഫ്രയും നെസ്റ്റോറിയൻ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പല ആവർത്തി അത് ആവശ്യപ്പെട്ടതിനൊടുവിൽ 2018 മാത്രം, അതായത് ഇത് തിരിച്ച് നമുക്കൊരു ടെക്സ്റ്റായിട്ട് കിട്ടിയിട്ട് 5 വർഷമാകുന്നേ ഉള്ളൂ, 6ാമത്തെ വർഷമാണ്. 2018 നമ്മളിത് വീണ്ടും പുനരുദ്ധരിച്ച് അത് നമ്മുടെ കുർബാനക്രമത്തിന്റെ ഭാഗമാക്കി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മൾ അതിനുള്ളിലേക്ക് കയറുകയാണ്, ടെക്സ്റ്റിലേക്ക് നമുക്ക് കയറാം. ദൈർഘ്യമുണ്ട് അല്ലെ? തേഡോറിനേക്കാൾ കുറച്ചുകൂടെ ദൈർഘ്യം വരും നെസ്റ്റോറിയസിന്. കുറച്ചു പേർക്കെങ്കിലും അത് ചെല്ലാൻ തടസ്സം. പിന്നെ ആകപ്പാടെ 5 ദിവസം അവിടെ തുടങ്ങാം. എന്തുകൊണ്ട് 5 ദിവസം? ആ 5 ദിവസങ്ങൾക്ക് അതിന് പ്രാധാന്യമുള്ളതുകൊണ്ടാണോ, അതോ എന്തുകൊണ്ടാണ് 5 ദിവസമായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഈ 2 കൂദാശകളും പ്രത്യേകിച്ച് മംഗളവാർത്ത തൊട്ട് ഇവിടെ ഓശാന ഞായർ വരെയുള്ള കാലത്ത് അങ്ങ് തീരുന്നതാണ്. ക്രിസ്റ്റോളജിക്കൽ ആസ്പെക്ട്സ് കൂടിയായിരിക്കും. അത് ഈ മിശിഹാ രഹസ്യത്തെ വളരെ ആഴമേറിയ രീതിയിൽ നമ്മൾ ഏറ്റുപറയുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതാണ്. അതായത് മാർമാരിയുടെ കൂദാശയോട് തുല്യം ചെയ്യുമ്പോൾ ഇപ്പം ഒരു കുർബാന സ്ഥാപിച്ച ദിവസം, അതായത് പെസഹ ദിവസം ഈ നെസ്റ്റോറിയസിന്റെ കൂദാശയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിശ്ചയിക്കുമ്പോൾ തന്നെ ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തി ഞാനിത് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, തിയോളജിക്കലായിട്ട് വളരെ ഒരു സമ്പന്നമായി തീർന്നിട്ടുണ്ട് പ്രാർത്ഥനകൾ. അതിലുപരി വിശ്വാസ ജീവിതത്തോട് ബന്ധപ്പെടുത്തി വളരെ ആഴമായിട്ടുള്ള ബന്ധപ്പെടുത്തലുകൾ നമുക്ക് ഇതിനകത്ത് കാണാം. പ്രത്യേകിച്ചും 5ാമത്തെ ഗഹാന്തായാലും 5ാമത്തെ ശുശ്രൂഷ പ്രാർത്ഥനയിലും വളരെയേറെ ഇവിടെ സഭാജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ, ആത്മീയതയൊക്കെ കുറിക്കുന്ന കാര്യങ്ങൾ സാധാരണ മനുഷ്യരുടെ പ്രാർത്ഥനകൾക്ക് ഇടമുള്ളതുപോലെ തോന്നാറുണ്ട്. യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി തീർച്ചയായിട്ടും അത് അങ്ങനെയും പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ അദ്ദായിയുടെയും മാർമാറിയുടെയും കൂദാശയിലെ 4ാം ഗഹാന്ത അത് കുറേയൊക്കെ പൊതുവായ പ്രാർത്ഥനകളുണ്ട്, പ്രേക്ഷിതാത്മകമായ പ്രാർത്ഥനകളുണ്ട്, പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. എങ്കിലും ഇവിടെ വരുമ്പോഴത്തേക്ക് 4ഉം 5ഉം ഗഹാന്തകൾ വരുന്നുണ്ട്. വളരെ ദീർഘങ്ങളായ പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് കുശാപ്പുകളും ദീർഘങ്ങളാണ്. അവിടെയൊക്കെ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, വളരെ സൂക്ഷ്മമായിട്ടുള്ള അപഗ്രഥനവും പ്രാർത്ഥനയെ കാണുന്നത്. അവിടെ തന്നെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അച്ഛൻ പറഞ്ഞത് അദ്ദായിമാരുടെ ഘടന തന്നെ പാലിച്ചു. അദ്ദായിമാറി അനാഫ്രയിലും തേഡോറിന്റെ അനാഫ്രയിലും 4 പ്രണാമ ജപങ്ങളാണ്, ഗഹാന്തകളുള്ളത്. നെസ്റ്റോറിയസിലെത്തുമ്പോൾ 5 ആകുന്നുണ്ട്. ആ വ്യത്യാസം എങ്ങനെ ഉണ്ടായി? എന്താണ് ഇതിന്റെ കാരണം? ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഘടന കൊണ്ട്, ഉള്ളടക്കം കൊണ്ട്
വലിയ വ്യത്യാസമില്ല. മെയിൻ കണ്ടൻ്റായിട്ട് ഇതിലൊക്കെ രണ്ടിലും വരും, 4-ാം ഗഹാന്തയിലും 5-ാം ഗഹാന്തയിലും വരുന്നത് ഈ അപേക്ഷകളാണ്, സഭയ്ക്കൊക്കെ വേണ്ടിയുള്ള സൂക്ഷ്മ അപേക്ഷ. അതിനിടയ്ക്ക് തന്നെ വിശ്വാസപരമായ കാര്യങ്ങളുടെ ഏറ്റുപറച്ചിലുണ്ട്. ഉദാഹരണത്തിന് പെസഹ രഹസ്യത്തിൻ്റെ ഏറ്റുപറച്ചിലുണ്ട്, പിന്നെ യുഗാന്ത്യോന്മുഖമായുള്ള പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ. ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ സിംഹഭാഗവും അപേക്ഷകളാണ്. അത് നീണ്ട, ഒരു പക്ഷേ ഈ 2 ഗഹാന്ത പ്രാർത്ഥനകളും കൂടെ ഒരു പ്രാർത്ഥന ആയിരുന്നിരിക്കാം, വളരെ നീണ്ടതായതുകൊണ്ടാകാം സ്പ്ലിറ്റ് ചെയ്തത്. പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് കൂദാശ പ്രാർത്ഥനകളിലെ പൊതു ഘടകങ്ങൾ അതിനകത്ത് ചേർത്തു. ഇങ്ങനെ പ്രാർത്ഥന, അഭ്യർത്ഥന, പിന്നെ കൂശാപ്പ്, അങ്ങനെയുള്ള ഘടകങ്ങൾ ചേർത്തതാകാം. കണ്ടന്റ് കൊണ്ട് വളരെ സാമ്യമുണ്ട്. ദൈവജനത്തിന്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഈ നെസ്തോർ സിനാഫയിൽ വരുന്ന കുറച്ച് വ്യത്യാസങ്ങൾ അത് ഞാൻ സംശയമായിട്ട് ചോദിച്ചോട്ടെ അച്ഛനോട്. ഒന്നാമത്തത്, പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനാഫ്രയുടെ ഭാഗത്ത് വൈദികൻ, പുരോഹിതൻ മദ്ബഹായിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന 2 ഇൻസ്റ്റൻസസ് നെസ്തോറിസ് അനാഫ്രയിലുണ്ട്. അത് എങ്ങനെ വന്നു? അതിന്റെ അത് കാണുമ്പോൾ തീർച്ചയായിട്ടും കാഴ്ചയിൽ വളരെ അച്ഛൻ ഈ ശുശ്രൂഷയുടെ നേരത്ത് മുട്ടിന്മേൽ നിന്ന് മദ്ബഹായിൽ താണു വണങ്ങി പ്രാർത്ഥിക്കുന്ന ആ ഒരു ശുശ്രൂഷ, അതിന്റെ പശ്ചാത്തലം എന്താണ്? ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ പൗരസ്ത്യസ് ശൈലിയായിരുന്നു. മറത്തായുടെയും മാറിയുടെയും കുദാശയിലും കുശാപ്പയൊക്കെ ഇങ്ങനെ കുമ്മിട്ട് ചെയ്യുന്ന കുശാപ്പ്, പ്രത്യേകിച്ച് ചില പ്രാർത്ഥനകൾ മുട്ടുകുത്തി കുമ്പിട്ട് നിന്ന് തന്നെ ചെല്ലുന്നത്. അത് നമ്മുടെ കുർബാനയിലും ആ രീതി, ഈ അദ്ദായിമാറിയിലും ആ രീതി തന്നെ ഉണ്ടായിരുന്നതാണ്. അതിവിടെ ഇതൊരു പരീക്ഷണാർത്ഥം റീറ്റൈൻ ചെയ്തിരിക്കുന്നു. കുർബാന റിസ്റ്റോർ ചെയ്തപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ നവീകരിച്ചപ്പോഴും അതിനെക്കുറിച്ചുള്ളൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. ഒരു ചേഞ്ച് വളരെ നല്ലതാണ്. കുശാപ്പ പ്രാർത്ഥനകൾ പ്രത്യേകിച്ചും 2-3 എല്ലാ കുശാപ്പയല്ല, 4-ാമത്തെ കുശാപ്പയൊന്നുമല്ല, അത് മുട്ടുകുത്തി കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പ്രായമായ വൈദികർക്കൊക്കെ ഇതൊരു വിഷമാവെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ആ ഒരു ഓപ്ഷൻ എടുക്കാതിരുന്നതാണ്. ഏതായാലും നെസ്തോറിസിൽ 2 പ്രാവശ്യം അത് റീറ്റൈൻ ചെയ്തു. സമാധാന ആശംസയ്ക്ക് ശേഷവും അതെ, പിന്നെ സമയത്തും റീറ്റൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇതിനകത്ത് ഒരു പക്ഷേ ചില പ്രാർത്ഥനകളൊക്കെ വളരെ സുന്ദരമാണ്. ഒരു പ്രാർത്ഥന നമ്മൾ ആ പ്രവാചകന്മാർ പ്രതീകങ്ങളിലൂടെ ഞാൻ പൊതുവായിട്ടൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. അത് ദൈവജനത്തിന്റെ അറിവിലേക്ക് വേണ്ടിയിട്ടാണോ? നിങ്ങൾ എന്തെങ്കിലും നെസ്തോറിയസിന്റെ കുർബാന ക്രമത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ഗീതം ആലപിക്കാതെ, അല്ലെ? അത് ഗീതം ആലപിക്കാതെ പ്രാർത്ഥന ചെല്ലണം. ചെല്ലുന്ന ഒരു ശുശ്രൂഷ വിട്ടുപോകും. ഗീതം വരുമ്പോൾ അല്ലെങ്കിൽ തന്നെ അതിന്റെ താളത്തിലേക്കൊക്കെ ശ്രദ്ധ പോകുമ്പോൾ പ്രാർത്ഥനയുടെ അർത്ഥം ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ പ്രാർത്ഥന ഇങ്ങനെയാണ്, ഞാൻ ജസ്റ്റ് ആ പ്രാർത്ഥന ഒന്ന് വായിച്ചോട്ടെ അച്ഛൻ, അതിനുശേഷം അച്ഛനതിന്റെ വിശദീകരണം. അതിങ്ങനെയാണ്: പ്രവാചകന്മാർ പ്രതീകങ്ങളിലൂടെ സൂചിപ്പിച്ചതും സ്ലീഹന്മാർ പരസ്യമായി പ്രസംഗിച്ചതും രക്തസാക്ഷികൾ ജീവാർപ്പണം കൊണ്ട് സ്വന്തമാക്കിയതും മൽപ്പാന്മാർ ദേവാലയങ്ങളിൽ വ്യാഖ്യാനിച്ചതും പുരോഹിതന്മാർ വിശുദ്ധ ബലിപീഠത്തിന്മേൽ അർപ്പിച്ചതും ശംശാനാമാർ തങ്ങളുടെ കരങ്ങളിൽ വഹിച്ചതും ജനതകൾ പാപപരിഹാരത്തിനായി സ്വീകരിച്ചതുമായ മനുഷ്യവംശത്തിന്റെ ആദ്യഫലമായ മിശിഹായുടെ സജീവവും മാനുഷികവും രക്തരഹിതവുമായ കുർബാന സർവ്വസൃഷ്ടികൾക്കും വേണ്ടി സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് എല്ലായിടത്തും അർപ്പിക്കപ്പെടുന്നു. ശരിക്കും അദ്ദായി മാറിയിൽ ഒറ്റ സെന്റൻസ് ചെല്ലുന്ന പ്രാർത്ഥനയാണ്, അല്ലെ? ദൈവത്തിന് ഇത് അർപ്പിക്കപ്പെടുന്നു എന്ന് മാത്രം, ദൈവത്തിന് ഇത് അർപ്പിക്കപ്പെടുന്നു മാത്രം ചെല്ലുന്നത്. നമ്മൾ അതിനെ ഡീറ്റെയിൽ ചെയ്ത് മുഴുവൻ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ മനോഹാരിത ഭയങ്കരമാണ്. അത് തന്നെ വളരെ വ്യക്തമായൊരു കാര്യമാണ്. മാർ അദ്ദായുടെയും മാർ മാറിയുടെയും കൂദാശയിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളുടെ വളരെ വിപുലമായ ദൈവശാസ്ത്ര വ്യാഖ്യാനം കൂടിയാണ് ഇവിടെ കിടക്കുന്നത്. കുർബാന എന്താണ്, എന്തിന് കുർബാന അർപ്പിക്കുന്നത്, അതെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ ഒറ്റ പ്രാർത്ഥനയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെ പഴയ നിയമത്തിൽ പ്രതീകാത്മകമായി അവതരിപ്പിക്കപ്പെട്ടു എന്ന് വെച്ചാൽ കുർബാന എന്നുള്ളത് പെട്ടെന്ന് പുതിയ നിയമത്തിൽ മാത്രം ഉണ്ടായ ഒരു രക്ഷാചരിത്രത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് പഴയ നിയമത്തിൽ പ്രതീകങ്ങളായിട്ട്, പഴയ നിയമ ബലി എന്നുള്ളതിൻ്റെ ഒരു ടൈപ്പാണ്, പ്രതീകമാണ്, പ്രതിരൂപമാണ്. അതിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ വരുന്നത്. ഇനി ആ പുതിയ നിയമത്തിലെ ബലിയുടെ തന്നെ പ്രത്യേകതകൾ, അത് രക്തരഹിതമായ ബലിയാണ്, ആധ്യാത്മികമായിട്ടുള്ള ബലിയാണ്. അത് നമ്മുടെ കുർബാനയിലേക്ക് വരുമ്പോൾ പറയുന്നത് ഈശോ മിശിഹ കുരിശിൽ അർപ്പിച്ച ബലി, അത് പക്ഷേ ഇന്ന് രക്തരഹിതമായിട്ട് അർപ്പിക്കുന്നു. ആ ബലിയാണ് പ്രഘോഷിക്കപ്പെടുന്നത്, ആ ബലിയാണ് കൈകളിൽ ഏന്തുന്നത്, ആ ബലിയാണ് വാസ്തവത്തിൽ ജീവിക്കുന്നത്, ആ ബലിക്ക് വേണ്ടിയാണ് രക്തസാക്ഷിത്വം വരിക്കുന്നത്. അപ്പോൾ കുർബാന എന്താണെന്നും കുർബാനയിൽ നമ്മൾ എങ്ങനെ പങ്കുചേരണം എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു രത്നച്ചുരുക്കമായ പ്രതിപാദനം വാസ്തവത്തിൽ ഇത് കാണുന്നുണ്ട്. ഇവിടെ ഈ മറ്റു പ്രാർത്ഥനകളെ കുറിച്ച് ഞാൻ ഏകദേശം ഒന്ന് ചുരുക്കമായിട്ട് പറഞ്ഞു പോകാം. ഇതിൻ്റെ ചെറിയ മാറ്റങ്ങൾ വന്നതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, മാർ അദ്ദായുടെയും മാർ മാറിയുടെയും കൂദാശയിലെ 1-ാം ഗഹാന്ത പ്രാർത്ഥന നെസ്തോറിസിൻ്റെ പ്രവേശന പ്രാർത്ഥന, മദ്ബഹ പ്രവേശന പ്രാർത്ഥനയായിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന അങ്ങനെ മാറ്റാവോ എന്ന് ചോദിച്ചാൽ, 1-ാം ഗഹാന്ത
മത്തായിയുടെയും മാറിയുടെയും ക്രമത്തിൽ അതൊരു ഒരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. ശരിക്കുള്ള പുരാതന മാനസ്ക്രിപ്റ്റുകളിലൊന്നും ഈ ഒന്നാം ഗൃഹാന്ത കൊടുത്തിട്ടില്ല. പിൽക്കാലത്ത് വന്നതാണ്. അത് ചൊല്ലുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. കൈകൾ കൂപ്പി ചൊല്ലുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരു അർപ്പണത്തിന് വേണ്ടി ഒരുങ്ങുന്ന തയ്യാറെടുപ്പിൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയാം. അപ്പോൾ ആ പ്രാർത്ഥനയാണ് മദ്ബുഹ പ്രവേശനമുള്ള പ്രാർത്ഥനയായിട്ട് നെസ്തോറിയസിൽ കൊണ്ടുവന്നത്. ഇനി നെസ്തോറിയസിലെ ഒന്നാമത്തെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവിടെ നഷ്ടപ്പെട്ടു പോയവരെ കുർബാന എന്താണെന്നുള്ളതിൻ്റെ ആ കണ്ടന്റിനെ കുറിച്ച് അത് വ്യക്തമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. കുർബാനയിലൂടെ എന്ത് സംഭവിക്കണം? നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തണം, ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടണം, അകന്നു പോയവരെ അടുപ്പിക്കണം, വഴിതെറ്റിയവരെ സത്യത്തിൻ്റെ അറിവിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണം. ഇതൊക്കെ അങ്ങനെ ആ ഒരു ആഘോഷം ഇവിടെ നടക്കണം. കർത്താവിനെക്കുറിച്ച് പറയുന്നത്, ബലിയർപ്പകനായ കർത്താവിനെക്കുറിച്ച് പറയുന്നത് ഈ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ്. ഇനി ഇതിൻ്റെ കൂടെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് ഈ കുർബാന എന്താണെന്ന് തന്നെ. ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള ബലിയർപ്പണങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. കുർബാന എന്താണെന്ന് ഇവിടെ ഒരു ഡെഫിനിഷൻ പോലെ പറയുകയാണ്. അങ്ങയുടെ പ്രിയപുത്രൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരണമായ സജീവവും പരിശുദ്ധവും സ്വീകാര്യമായ ഈ ബലി അങ്ങയുടെ മുമ്പാകെ ഞാൻ അർപ്പിക്കട്ടെ. വിശുദ്ധ കുർബാന അർപ്പണം എന്നത് വാസ്തവത്തിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരണമാണെന്നുള്ള ആ ഒരു നിർവചനം നമുക്ക് ഈ പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് കർത്താവ് യേശു മിശിഹായുടെ പെസഹ രഹസ്യത്തെ അനുസ്മരിക്കുന്നു. കുർബാന എന്താണ്, കുർബാനയുടെ ഫലങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഈ കൂദാശ പ്രാർത്ഥനയിൽ കൂടുതലായ വിവരണങ്ങളുണ്ട്. നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭാഷണഗാനയിൽ പ്രിഫസ് ഡയലോഗ് അല്ലെങ്കിൽ ഭാഷണഗാനോനയുടെ സമാപനത്തിൽ അത് വ്യക്തമായി സൂചിപ്പിച്ചു. കാര്യം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെ വീണ്ടും ഭാഷണഗാനോനയുടെ സമാപനത്തിലുള്ള ഡീക്കൻ്റെ ആഹ്വാനത്തിലും പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്: നമ്മുടെ രക്ഷകനായ മിശിഹ നമുക്ക് വേണ്ടി പൂർത്തീകരിച്ച അത്ഭുതാവഹമായ രക്ഷാപദ്ധതിയെ നിങ്ങൾ ഓർക്കുകയും നൈർമല്യത്തോടും ശ്രദ്ധയോടും കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ഇവിടെ ഇപ്പം ഈ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഉദാഹരണം പറഞ്ഞാൽ, പുരാതനങ്ങളായ അനാഫ്രകളാണ് പറയും നിങ്ങൾ ഓർക്കുവിൻ. ഇവിടെ കൂട്ടിച്ചേർത്ത് എന്താ? നൈർമല്യത്തോടെ ഓർക്കണം. ഈ ഓർമ്മയാചരണത്തിന് വരുന്ന വ്യക്തി പാപരഹിതനായിരിക്കണം, അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നൊരു വ്യക്തി. അങ്ങനെയുള്ള വ്യക്തിയാണ് ഇവിടെ ഈ പെസഹ രഹസ്യത്തെ അനുസ്മരിക്കേണ്ടത്. രണ്ടാം ഗൃഹാന്തയിലേക്ക് വരുമ്പോൾ സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണം, സൃഷ്ടിയെ പ്രതി ദൈവത്തിന് നന്ദി പറയുന്ന വിവരണമാണ്. അതും വളരെ മനോഹരമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലായ്മയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ അസ്തിത്വത്തിലേക്ക് ആനയിക്കുകയും എല്ലാം ക്രമപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് രക്ഷാപരമായിട്ടുള്ള ഇടപെടലുകൾ, രക്ഷാചരിത്രത്തിൽ എങ്ങനെ ദൈവം നമ്മളോട് ഇടപെട്ടു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ ഇടറി വീഴുകയും ക്ഷയിക്കുകയും ചെയ്തപ്പോൾ അങ്ങ് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുകയും നവീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തു. അളവറ്റ കരുതലോടെ ഞങ്ങളെ സന്ദർശിക്കുന്നതിൽ നിന്ന് അങ്ങ് വിരമിച്ചില്ല. അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും വരാനുള്ള രാജ്യം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചാലും എന്തോരം ദൈവത്തെ സ്തുതിച്ചാലും അത് മതിയാവില്ല, തികയില്ലെന്നുള്ളതിന് മനോഹരമായ രീതിയിൽ ഈ ഗൃഹാന്ത പ്രാർത്ഥനയിൽ തന്നെ പറയുന്നുണ്ട്. സകല സൃഷ്ടികളുടെയും അധരങ്ങളും നാവുകളും ഒന്നു ചേർന്നാൽ പോലും അങ്ങയുടെ മഹിമ വർണ്ണിക്കാനാവില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇനി മനുഷ്യൻ്റെ ബലഹീനതകളെക്കുറിച്ചും സ്തുതിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ചൊക്കെ ഈ പ്രാർത്ഥനകളിൽ ഊന്നി പറയുന്നുണ്ട്. മൂന്നാം കൂശാപ്പയിലേക്ക് വരുമ്പോൾ വീണ്ടും കുർബാന എന്താണെന്നും കുർബാനയുടെ ഫലങ്ങൾ എന്താണെന്നും പറയുന്നുണ്ട്. കുർബാന കൊണ്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ: നിന്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങളുടെ ശരീരങ്ങളോടും ആത്മാക്കളോടും സംയോജിക്കപ്പെടുമ്പോൾ അവ പാപമാലിന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വെടിപ്പാക്കുകയും സാത്താൻ്റെ സകല തിന്മയും വഞ്ചനയും ഞങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. ഇവിടെയുള്ളൊരു ദൈവശാസ്ത്രത്തിലുള്ളൊരു വളർച്ചയുടെ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പൊതുവെ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കുന്നു, ഈശോയുമായി ഐക്യപ്പെടുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പറയുന്നത്. പക്ഷേ ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ, സഭാ പിതാക്കന്മാരുടെ പഠനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്:
നമ്മൾ ആദ്യം തന്നെ ഐക്യത്തിൽ എത്തിച്ചേരേണ്ടത് ഈശോയുടെ ശരീര രക്തങ്ങളോടാണ്. നമ്മുടെ അദായിമാറിയുടെ പ്രാർത്ഥനകളൊക്കെ സൂചിതമാണത്. അനുരഞ്ജന കാറോസയുടെ സമയത്ത് കുശാപ്പ പ്രാർത്ഥന അത് പറയുന്നുണ്ട്, ശരീരരക്തങ്ങളുമായി ഐക്യപ്പെടുന്ന ഞങ്ങളെ. തേദോറിൻ്റെ കൂദാശയിൽ അത് പറയുന്നുണ്ട്, ഈ ദിവ്യരഹസ്യങ്ങളുമായി ഏകീഭവിക്കണമെന്ന്. ഇതേ ആശയമാണ്, ശരീരരക്തങ്ങളോട് ഐക്യപ്പെടണം എന്ന് വെച്ചാൽ ശരീരരക്തങ്ങളുമായി ഐക്യപ്പെടുക എന്നുള്ളതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ പീഡാനുഭവ മരണത്തിൽ പങ്കുചേരുക എന്നാണ്. അവിടെയാണ് ഐക്യപ്പെടൽ തുടങ്ങുന്നത്. അത് ബിബ്ലിക്കൽ തിയോളജിയായിട്ട് നല്ലതുപോലെ ചേർന്ന് പോകുന്നതാണ്. വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ദർശനത്തിലെ ഗലാത്യർക്കുള്ള ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, അത് അതിൽ പറയുന്നത് ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല മിശിഹ എന്നെ ജീവിക്കുന്നു എന്ന് പറയുന്ന പൗലോസ് ആ 20-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ? ഞാൻ മിശിഹായോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഈശോ എന്നിൽ ജീവിക്കുന്നത്. 2 കോരിന്തോസ് 4:10-11 ഇത് തന്നെ പറയുന്നുണ്ട്. ഈശോയുടെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകേണ്ടതിന് അവൻ്റെ മരണത്തെ ഞങ്ങൾ സദാ ശരീരത്തിൽ സമ്മതിക്കുന്നു. അപ്പോൾ ഈശോയുടെ മരണത്തിൽ പങ്കുചേർന്നാലേ അവൻ്റെ ഉദ്ധിത ജീവിതത്തിൽ നമുക്ക് പങ്കുണ്ടാവുകയുള്ളൂ. ഇതാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന കുർബാനയുടെ ദൈവശാസ്ത്രം. ഇതാണ് പിതാക്കന്മാർ പഠിപ്പിച്ചു വച്ച ദൈവശാസ്ത്രം. നമ്മുടെ ഈ തെയഡോറിൻ്റെയും നെസ്തോറിസിൻ്റെയും ഒക്കെ ഉദാശകളിലൂടെ ഈ ഒരു ദൈവശാസ്ത്ര ചിന്ത മനോഹരമായിട്ട് ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ശരീരരക്തങ്ങളുമായിട്ട് ഐക്യപ്പെടണം എന്നുള്ളത് ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നത്. കുർബാനയുടെ ഫലങ്ങളെക്കുറിച്ച് സത്യവിശ്വാസത്താലും രക്ഷാപദ്ധതിയെക്കുറിച്ചുള്ള അറിവിൻ്റെ പ്രകാശത്താലും കർത്താവായ നിന്റെ പൂർണ്ണ സ്നേഹത്താലും നിന്റെ കൃപയിലുള്ള നല്ല ശരണത്താലും ഞങ്ങൾ നിറയട്ടെ. ഈ ഐക്യത്തോടൊപ്പം തന്നെ രക്ഷാപദ്ധതിയെക്കുറിച്ചുള്ള അറിവിൻ്റെ ആ പ്രകാശത്താൽ നിറയണം. തേഡോറിൻ്റെ ഉദാശയിൽ പറയുന്നുണ്ട്, അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും അവയുമായി ഏകീഭവിക്കുന്നതിനും. ഈ അനാഫറ പ്രാർത്ഥനകളൊക്കെ തമ്മിൽ ബന്ധമുണ്ട്. ഒന്നിൽ നിന്ന് മറ്റൊന്ന് വളരുന്നു എന്ന് പറയാം. തേഡോറിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളെ കുറെ കൂടി വിപുലമായിട്ട് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നതാണെന്ന് പറയാം. 3-ാം ഗഹാന്തയിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ മനുഷ്യാവതാര രഹസ്യം അതിൻ്റെ വിശദാംശങ്ങളോടുകൂടി അവതരിപ്പിക്കുകയാണ്. നമുക്ക് കുറേ കാലത്തേക്ക് നമ്മുടെ മാർ അത്തായുടെയും മാർ മാറിയുടെയും കൂദാശയിൽ 1986 പുനരുദ്ധാരണത്തോടു കൂടി നെസ്തോറിസിൻ്റെ കൂദാശയുടെ ഈ 3-ാം ഗഹാന്തയിൽ നിന്നൊരു ഭാഗം ചേർത്ത് വെച്ചിരുന്നു. മനുഷ്യാവതാരത്തോട് ബന്ധപ്പെടുത്തിയുള്ള ശൂന്യവൽക്കരണം എന്നുള്ളൊരു തീം, അതിൻ്റെ തുടർച്ചയായിട്ടാണ് സ്ഥാപന വിവരണം കൊടുത്തിരുന്നത്. എന്നാൽ നമുക്കിപ്പോഴും മാർ നെസ്തോറിസിൻ്റെ കൂദാശ പൂർണ്ണമായിട്ടും അതേപടി ഉപയോഗിക്കുന്ന രീതി വന്നതുകൊണ്ട് മാർ അത്തായുടെയും മാർ മാറിയുടെയും കൂദാശയിൽ നിന്ന് ആ ഭാഗം ഒഴിവാക്കിയിരിക്കുകയാണ്. അതിപ്പോൾ അതിൻ്റെ കുറച്ച് കൂടി ഒറിജിനലായിട്ടുള്ള രൂപത്തിൽ അത്തായുടെയും മാറിയുടെയും ക്രമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈശോമിശിഹായ്ക്ക് സംഭവിച്ച ഈശോമിശിഹ തിരഞ്ഞെടുത്ത ആ ശൂന്യവൽക്കരണം അത് തന്നെ ആ ഭാഗം അതാ ഒഴിവാക്കിയത്. അതെ അതെ. ഇനി മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യവും ഒക്കെ വളരെ വിശദമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തന്നെ സ്വീകരിച്ചവർക്ക് ദൈവമക്കളാകാൻ അവൻ അധികാരം നൽകി. പരിശുദ്ധ ജലത്താലുള്ള മാമോദീസായാൽ ഞങ്ങളെ കഴുകി ശുദ്ധരാക്കി. പരിശുദ്ധാത്മാവിൻ്റെ ദാനം വഴി തൻ്റെ കൃപയാൽ ഞങ്ങളെ വിശുദ്ധീകരിച്ചു. മാമോദീസായിൽ തന്നോടൊത്ത് മരിച്ച് സംസ്കരിക്കപ്പെട്ടവരെ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് ഉയർപ്പിക്കുകയും തന്നോടൊത്ത് സ്വർഗത്തിൽ ഉപേക്ഷരാക്കുകയും ചെയ്തു. ഇനി തുടർന്ന് പറയുന്നുണ്ട്, എല്ലാവർക്കും ജീവൻ നൽകുന്നതിനും മനുഷ്യവംശത്തിൻ്റെ പാപകടങ്ങൾ വീട്ടുന്നതിനും വേണ്ടി അവൻ മോചനദ്രവ്യമായി തീർന്നു. പാപനിമിത്തം മരണത്തിന് അടിമകളായി തീർന്ന ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു. തൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങുകയും രക്ഷിക്കുകയും ചെയ്തു. ഇവിടെയൊക്കെ സൂചിതമായൊരു കാര്യം, കർത്താവിശോമിശിഹായുടെ പെസഹാരഹസ്യം അനുസ്മരിച്ച് ആഘോഷിക്കുന്നതിലൂടെ നമുക്ക് കൈവരേണ്ട പ്രധാന കാര്യം കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനവുമാണ്. ഈ കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനവും നമ്മെ സ്വർഗീയ ജീവിതത്തിലേക്ക് നയിക്കും. അത് മാർ അത്തായുടെയും മാർ മാറിയുടെയും കൂദാശയിലെ റുഹാക്ഷണ പ്രാർത്ഥനയിലും വിഭജന പ്രാർത്ഥനയിലും എല്ലാം കൃത്യമായിട്ട് കിടക്കുന്നതാണ്. ഈ ഒരു കാഴ്ചപ്പാട് തന്നെ ഇവിടെ കുറേ കൂടി വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ഥാപന വിവരണത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ കുറേ കൂടി കൃത്യമായി പെസഹാ രഹസ്യത്തിൻ്റെ ആഘോഷം എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനീ ചെയ്ത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞാൽ കേവലം അപ്പം എടുത്ത് മുറിച്ച്
ആശീർവദിച്ച് ഭാഗിച്ച് കൊടുക്കുക എന്നുള്ളതല്ല. അങ്ങനെയല്ല ശിഷ്യന്മാർ മനസ്സിലാക്കിയത്. അത് അതയുടെയും മാറിയുടെയും കുദാശയിലെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ആ സ്ഥാപനപരം തുറന്നത് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു പറഞ്ഞാൽ ശരിക്കും ഈ പെസഹാ രഹസ്യം അനുസ്മരിക്കുകയാണ് ഈ ഇവിടെ സ്ഥാപന വിവരണത്തിലും ചെയ്തത്. അവിടെ ഒരു പ്രത്യേക പ്രയോഗം തന്നെ, ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ടവനായ മിശിഹ ഞങ്ങളെ വരമേൽപ്പിച്ച പ്രകാരം. ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട ക്രൂശിതനായി മരണം പറഞ്ഞ ആ കർത്താവാണ് ആഹ്വാനം ചെയ്തത്. എന്താ? എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്തു എന്ന് വെച്ചാൽ അവിടുത്തെ പോലെ മുറിക്കപ്പെടുക, മുറിക്കപ്പെടലിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുക എന്നുള്ളതിന് മുന്നിൽ. ഇനി ഇവിടെ ഈ സ്ഥാപന വിവരണത്തിൽ വന്ന ഒരു കൊച്ചുകാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. ഈശോ കറയില്ലാത്ത നിർമ്മലമായ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ഭക്ഷിക്കുകയും. പുതിയ വാക്കാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പം എടുത്ത് വാഴ്ത്തി അതെന്താവുന്നു? ഈശോയുടെ ശരീരമായി, ഈശോയായി തന്നെ മാറി. ഈശോ തന്നെ ഈശോയെ ഭക്ഷിക്കുന്നു. അതൊരു അല്പം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നാം. അതുപോലെ തന്നെ കാസ എടുത്ത് വെള്ളം കലർത്തി എന്നുള്ളത് പറയുന്നുണ്ട്. അതുകൂടെ പാനം ചെയ്ത ശേഷം ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇന്നത്തെ നമ്മുടെ ഒരു കാഴ്ചപ്പാട് ചിന്തിച്ചാൽ പെട്ടെന്ന് ചിന്തിക്കും ഈശോയെ കൺസ്യൂം ചെയ്തു. അതൊരു വളരെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ചിന്തയാണ്. പക്ഷേ ഈ വിശുദ്ധ കുർബാനയിൽ ശരീരം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെസഹാരഹസ്യത്തിൽ പങ്കുചേരുക എന്നാണ്. കർത്താവിൻ്റെ മരണത്തിൽ പങ്കുചേരുക എന്നാണ് അതിൻ്റെ അർത്ഥം. ശരീരം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തകർക്കപ്പെട്ട മുറിക്കപ്പെട്ട ശരീരം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിന്തപ്പെട്ട രക്തം പാനം ചെയ്യുക. അപ്പോൾ ആ കുരിശിലെ പെസഹാ രഹസ്യത്തോട് ചേർത്താണ് ഇതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ പെസഹാ വേളയിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈശോയുടെ കാര്യം പറഞ്ഞാൽ നാളെ താൻ പൂർത്തിയാക്കാൻ പോകുന്ന ആ മരണത്തെ ഈശോ ഔദാശികമായി പങ്കുചേർന്നു, ഔദാശികമായി അനുഭവിച്ചു. അതാണ് അപ്പം എടുത്ത് മുറിച്ചു ഭക്ഷിച്ചു എന്ന് പറയുമ്പോൾ. അതുപോലെ രക്തം പാനം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈശോ എടുത്ത് ഈശോയെ പാനം ചെയ്തതെന്നല്ല, നാളെ കുരിശിൽ പൂർത്തിയാകുന്ന ആ മരണത്തിൽ, ആ ബലിയിൽ ഈശോ ഇന്ന് കൗദാശികമായി പങ്കുചേരുന്നു. അപ്പം അതുകൊണ്ട് ദൈവശാസ്ത്രപരമായി യാതൊരു പ്രശ്നവുമില്ലെന്ന് മാത്രമല്ല, കുറേ കൂടി റിച്ചായിട്ട് ഈ ആശയത്തെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. ഇനി ഇതിനോട് ചേർത്ത് തന്നെ നമ്മുടെ ഈ വീഞ്ഞും വെള്ളവും കലർത്തി എന്നുള്ളതും പുതിയ വാക്കാണ്. അതെ, ഈ ചെല്ലാത്തൊരു കാര്യമാണ്. ഇത് യാക്കോബിന്റെ അനാഫറയിലുണ്ട്, ബേസിലിന്റെ അനാഫറയിലുണ്ട്. അപ്പൊ കൊർജിന്റെ സൂചന കൂടി ആയിരിക്കും. ആ അർത്ഥത്തിലാവണം നിർബന്ധമില്ല. കാരണം സഭാ പാരമ്പര്യത്തിൽ എപ്പോഴും വീഞ്ഞും വെള്ളം ചേർത്താണ്. അതെ, വെറും വീഞ്ഞല്ല. വിശുദ്ധ കുർബാനയുടെ മാറ്റർ എന്ന് പറയുന്നത് വീഞ്ഞല്ല, വെള്ളം കലർത്തിയ വീഞ്ഞാണ്. അതുകൊണ്ട് മിശ്രിതം എന്ന് നമ്മൾ പറയും. കാസ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. വീഞ്ഞെന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല, വീഞ്ഞും വെള്ളവും കലർത്തി. അതുകൊണ്ട് കാസ, അതെ, കാസ എന്ന് പറയുന്നത് രണ്ടിനെ സൂചിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ സഭാ പാരമ്പര്യത്തിൽ എപ്പോഴും വീഞ്ഞിൽ വെള്ളം കലർത്തിയിരുന്നു. അതിന് വ്യക്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആദ്യം തന്നെ അത് ഒരു ഡൈല്യൂട്ട് ചെയ്യുന്ന രീതിയിൽ മനസ്സിലാക്കാം. അത് പെസഹ ഭക്ഷണവേളയിൽ, യഹൂദരുടെ പെസഹ ഭക്ഷണവേളയിലും എല്ലാവരെയും ഉദ്ദേശിച്ചുള്ളതായതുകൊണ്ട് ഇത് നിരുപദ്രവകരമായ ഒരു പാനീയമാക്കുന്നു. തിമോത്തി രണ്ടാമൻ പാത്രിയർക്കീസ് കുർബാനയുടെ വ്യാഖ്യാനം എഴുതുമ്പോൾ ഈ കാര്യം പറയുന്നുണ്ട്. അത് നിരുപദ്രവകരമായ ഒരു പാനീയമായി തീരുന്നു. പക്ഷേ സഭയിൽ ആദിമകാലത്ത് തന്നെ കർത്താവിൻ്റെ മരണത്തോട് ബന്ധപ്പെടുത്തി അതിനെ കാണാൻ തുടങ്ങി. കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്ന് രക്തവും വെള്ളം പുറപ്പെട്ടെന്നുള്ളത്. പിന്നെ സഭയുടെ ദൈവശാസ്ത്രത്തിൽ മനുഷ്യ സ്വഭാവത്തിൻ്റെയും ദൈവസ്വഭാവത്തിൻ്റെയും കൂടിച്ചേരലായിട്ട് ഇതിന് മനസ്സിലാക്കുന്നു. വിശുദ്ധ കുർബാനയിലുള്ള ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൂടിച്ചേരലായിട്ടൊക്കെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണിത്. അതിന് ഒരു പക്ഷേ ബൈബിളിൽ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ബൈബിളിലില്ല, എങ്കിലും സഭാ പാരമ്പര്യത്തിൽ ഉണ്ട്. അതിൻ്റെ തെളിവാണ് ഈ മാർ നെസോറിസിൻ്റെ കുദാശയിലുള്ള ഈ പരാമർശം. ഇനി ഇതിനോട് ബന്ധപ്പെട്ട് സ്ഥാപന വിവരണം കഴിയുമ്പോൾ 1 കോറിന്തോസ് 11:26 ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? പൗലോസിനെ പഠിപ്പിക്കുന്നുണ്ട്. ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ അവൻ്റെ മരണത്തെ നമ്മൾ പ്രഖ്യാപിക്കുന്നു എന്നാണ് ബൈബിളിൽ കിടക്കുന്നത്. പക്ഷെ ഇവിടെ അനുസ്മരിക്കുന്നു എന്നിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലിറ്റർജിയിൽ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം അവിടെ സന്നിഹിതമാകുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈശോയുടെ മരണം, ഈശോയുടെ ഉത്ഥാനം അവിടെ സന്നിഹിതമാകുന്നു. നമ്മൾ അതിൽ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുക എന്നാണ് അതിൻ്റെ അർത്ഥം.
ഇനി അതിനെ തുടർന്ന് വരുന്ന ഡീക്കൻ്റെ ആഹ്വാനത്തിലും ആ സൂചനയുണ്ട്. ഡീക്കൻ പറയുന്നുണ്ട്, സ്ലീവായിലെ തൻ്റെ കഠിനമായ പീഡാനുഭവത്തിനായി ആനയിക്കപ്പെടുന്ന ഏകജാതനെ നിങ്ങൾ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവിൻ്റെ സമയത്ത്, സ്ഥാപന ഭരണത്തിൻ്റെ സമയത്തൊക്കെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്ര പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നു, ഇവിടെ ആസ്വദിക്കുന്നു. പക്ഷെ അവിടെ നമ്മൾ കാണേണ്ട കാഴ്ച എന്താണെന്ന് ലീഗം പറയുകയാണ്. പീഡാനുഭവത്തിനായി മരണത്തിന് ആനയിക്കപ്പെടുന്ന ഏകജാതനെ കാണുമെന്ന്. ഇവിടെയും പെസഹ രഹസ്യത്തിൻ്റെ ആഘോഷമാണ് നമ്മുടെ കുർബാനയെന്ന് ഈ ഉദാശ പ്രാർത്ഥന വ്യക്തമാക്കിയാണ്. ഇനി 4-ാമത്തെയും 5-ാമത്തെയും ഗഹാന്ത പ്രാർത്ഥനകളും കുശാപ പ്രാർത്ഥനകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭാ മക്കൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ധാരാളമായിട്ടുള്ളത്. അതിലെ പുരോഹിതൻ്റെ, അതുപോലെ സമൂഹത്തിൻ്റെയൊക്കെ ആ ദുർഭഗാവസ്ഥ, പാപാവസ്ഥ വളരെ വിശദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 4-ാം കൂശാപ്പയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പുരോഹിതൻ: കർത്താവേ, ദയാലുവും കാരുണ്യവാനും അലിവുള്ളവനുമായ ദൈവമേ, ഞാൻ കേവലം പൂഴിമണ്ണും ചാരവുമാകുന്നു, പാപിയും ബലഹീനനും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അങ്ങയുടെ മുമ്പാകെ കടക്കാരനുമായ ഞാൻ ഇപ്പോൾ തിരുമുമ്പാകെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഇവിടെ 4-ാം ഗഹാന്തയിലെ വാക്കുകളൊക്കെ കാരുണ്യത്താൽ കടങ്ങളുടെ കടലിൽ നിന്ന് തന്നെ. അതെ, വളരെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഞാനിപ്പോൾ സാമ്പിളിന് ഒരെണ്ണം അവിടെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി 4-ാം ഗഹാന്തയിലേക്ക് കടക്കുമ്പോൾ വീണ്ടും പെസഹാരഹസ്യത്തിൻ്റെ സൂചനയുണ്ട്. അവൻ്റെ സ്ലീവായും പീഡാനുഭവവും മരണവും സംസ്കാരവും 3-ാം നാളിലെ ഉത്ഥാനവും സ്വർഗാരോഹണവും പിതാവിൻ്റെ വലതുഭാഗത്തുള്ള സ്ഥാനവും മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും അവരുടെ പ്രവൃത്തിക്കനുസൃതം പ്രതിഫലം നൽകി വിധിക്കാനായുള്ള 2-ാമത്തെ ആഗമനവും ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയുന്നുവെന്ന്. അതുപോലെ തൃത്വരഹസ്യം ശക്തമായിട്ട് പ്രഘോഷിക്കുന്നതാണ്. പിതാവെ, അങ്ങിൽ നിന്ന് പുറപ്പെടുകയും അങ്ങയോടും അങ്ങയുടെ ഏകജാതനോടും കൂടെ ഒരുപോലെ എല്ലാവരാലും ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന അങ്ങയുടെ ദൈവത്വത്തിൻ്റെ മഹനീയ സത്തയിൽ നിന്നുള്ള സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാരൂപയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. അത് ഈ റൂഹാവിജ്ഞാനീയം വികസിതമായതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. ഇനിയുള്ള ഭാഗങ്ങൾ പറഞ്ഞാൽ വീണ്ടും പ്രധാനമായിട്ടും ദുർഭഗാവസ്ഥയിൽ, പാപാവസ്ഥയിൽ തളർന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് പുരോഹിതൻ നടത്തുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഈ 5-ാമത്തെ കൂശാപ്പയിലെ പ്രാർത്ഥന: വീണുപോയ എന്നെ എഴുന്നേൽപ്പിക്കണമേ, നിസ്സാരനായ എന്നെ ഉയർത്തണമേ, പാപിയായ എന്നിൽ കനിയണമേ, എൻ്റെ കുറ്റങ്ങൾ അവഗണിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും യാചന സ്വീകരിക്കുകയും നിൻ്റെ മാർഗത്തിലൂടെ എന്നെ നടത്തുകയും നിൻ്റെ വാഗ്ദാനങ്ങളിൽ എന്നെ ഉറപ്പിക്കുകയും നിൻ്റെ രഹസ്യങ്ങളിൽ എന്നെ പങ്കാളിയാക്കുകയും ചെയ്യണമേ. എൻ്റെ ഓരോ വാക്യവും നമുക്ക് വളരെയേറെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുന്ന കാര്യങ്ങളാണ്. നിർഭാഗ്യവശാൽ ഈ കുശാപ്രാർത്ഥന ജനം കേൾക്കുന്നില്ല. കുശാപ്രാർത്ഥന കേൾക്കില്ല. പ്രാർത്ഥനകളാണല്ലോ. ഒന്നാമത് വളരെ ദീർഘമായിട്ടുള്ള ഒന്നാണ് നെസോറിയസിന്റെ കൂദാശ. അതിലെ കുറെ ഭാഗങ്ങളൊക്കെ ദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടി ഐച്ഛികമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഐച്ഛികമാക്കി കുറെയൊക്കെ ആശയങ്ങൾ ആവർത്തിച്ച് വരുന്നതൊക്കെ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ സെലക്ട് ചെയ്താണ് ഐച്ഛികമാക്കിയിരിക്കുന്നത്. എങ്കിലും നമുക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇതിലെ പ്രാർത്ഥനകൾ വളരെ നമുക്ക് എങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാനും ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, ആളുകൾക്ക് കുർബാന പുസ്തകം നോക്കി ഇടയ്ക്ക് ഇത് വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു ആവർത്തി ഒന്ന് വായിക്കുന്നത് കൊണ്ടേ ഇതിന്റെ അർത്ഥം അറിയാനും ധ്യാനിക്കാനും വളരെ നല്ലതായിരിക്കും. ഈ കുർബാനയിലെ പ്രാർത്ഥനകൾ ധ്യാന വിഷയമാക്കുന്നത് നിശ്ചയമായിട്ടും നല്ലതാണ്. പ്രത്യേകിച്ചും ഈ തേഡോറിൻ്റെയും നെസോറിസിൻ്റെയും ഒക്കെ കുദാശകൾ, അതിൽ ദീർഘങ്ങളാണ് പ്രാർത്ഥന. ഇവിടെ സാധാരണഗതിയിൽ പള്ളിയിൽ കേൾക്കാൻ കഴിയാത്ത ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. ഈ നീണ്ട കുശാപ്പ് പ്രാർത്ഥനകൾ പള്ളിയിലായിട്ട് ചൊല്ലാൻ പറ്റില്ല. വളരെയേറെ സമയമുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പെട്ടെന്ന് ചുരുക്കമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന റൂഹാഷണ പ്രാർത്ഥന വളരെ പ്രത്യേകതയുള്ള ഒന്ന്. അതിനു മുമ്പ് നടത്തുന്ന ശുശ്രൂഷയുടെ ആഹ്വാനം വലിയ പ്രാധാന്യം വ്യക്തമാണ്. ഈ സമയം എത്രയോ ഭയഭക്തിജനകവും ആശ്ചര്യജനകവുമാകുന്നു. ഇതാ പുരോഹിതൻ റൂഹയെ വിളിക്കുകയും റൂഹ ഉന്നതത്തിൽ നിന്നിറങ്ങി തിരുവിഷം നിറവേറ്റുകയും ചെയ്യുന്നു. നമ്മുടെ രക്ഷകനായ മിശിഹായുടെ ശരീരവും രക്തവുമാകുന്ന ഈ സ്വർഗീയ കുർബാന അത് സ്വീകരിക്കുന്നവരുടെ കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനുമായി പൗത്രീകരിക്കപ്പെടുന്നു. നിങ്ങൾ ശാന്തരായി ഭയഭക്തിയോടെ നിന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്നത് നല്ലൊരു ആഹ്വാനം കൊടുക്കുകയാണ്. ഇനി മറത്തായുടെയും മാർമാറിയുടെയും കുദാശയിൽ പറയുന്ന ആ പ്രധാന തീമുകളുണ്ട്, കുറെ കൂടി വിശദമായി കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. എന്നാൽ അവിടെ പറയാത്ത
ഒരു കാര്യം വളരെ ഊന്നലോടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഈ കുർബാന കൊണ്ട് ലക്ഷ്യം വയ്ക്കും നമ്മൾ ഒരു ശരീരമായി തീരണം, ഒരു ആത്മാവായി തീരണം എന്നുള്ളത്. ലാറ്റിൻ യൂക്രിസ്റ്റിക് പ്രയറുകളിൽ ഈ ആശയമുണ്ട്. 2, 3, 4 യൂക്രിസ്റ്റിക് പ്രയറുകളിൽ ഞങ്ങളെ ഒരു ശരീരം ഒരു ആത്മാവാക്കി തീർക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിയൻ എപ്പിക്ലേസിസ് എന്ന് പ്രിസൈസായിട്ട് പറയാവുന്നൊരു കാര്യം, പരിശുദ്ധാത്മാവ് ഉളവാക്കുന്ന കൂട്ടായ്മ, അതിനെ ഊന്നി പറയുന്ന ഇവിടെയാണ്. ഏക പ്രത്യാശയിൽ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഏക ശരീരവും ഏക ആത്മാവുമായി തീരാൻ തക്കവിധം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ബന്ധത്താൽ ഞങ്ങളെ അന്യോന്യം യോജിപ്പിക്കണമേ. നമ്മൾ വിശുദ്ധ കുർബാന കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് അപ്പവും ഇഞ്ഞ് ശരീരവും രക്തമാക്കി അവിടെ ഭദ്രമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതല്ല. അത് ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, അതുകൊണ്ട് മാത്രമായില്ല. അത് സ്നേഹത്തിൻ്റെ കൂദാശ എന്ന ശ്ലൈഹിക പ്രബോധനത്തിൽ ബെനഡിക്റ്റ് പാപ്പ പറയുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുന്നത് അപ്പത്തെയും ഇഞ്ഞിനെയും ഈശോ മിശിഹായുടെ ശരീരങ്ങളാക്കി മാറ്റാൻ മാത്രമല്ല, സമൂഹം മുഴുവനെയും പൂർവാധികം മിശിഹായുടെ ശരീരമാക്കാനുമാണ്. അപ്പോൾ ഈ വിശ്വാസികളെല്ലാം ചേർന്ന് ഈശോ മിശിഹായുടെ ശരീരമായി തീരണം, അതാണ് നമ്മുടെ വലിയ ലക്ഷ്യം. അങ്ങനെ ശരീരമായി തീർന്നാലാണ് ദൈവം അഭിലഷിക്കുന്ന ആ രക്ഷയുടെ അനുഭവം ഈ സമൂഹത്തിനുണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ആരാധനയും ബലിയർപ്പണവും കാര്യങ്ങളെല്ലാം പള്ളിക്കകത്ത് തീരും. പള്ളിക്ക് പുറത്തേക്ക് പഴയ ആളുകൾ പഴയ പകയോടെ വിദ്വേഷത്തോടെ മത്സരത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരും. അതല്ല, നമ്മൾ അവിടെ ഒരു ശരീരമായി തീരണമെന്നുള്ളതാണ്. അത് ഈ റുഹാഷണ പ്രാർത്ഥന വളരെ ഊന്നലോടെ പറയുന്നത്. അത് അതിൻ്റെ ഒരു വലിയ മഹത്വമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റനാഫറിൽ വ്യത്യസ്തമായിട്ട് റുഹാഷണ പ്രാർത്ഥനയുടെ കൂടെ തന്നെ ആരും തന്നെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും ശിക്ഷാവിധിക്ക് അത് തന്നെ ഇതിന്റെ ഒരു വാണിംഗും കൂടി ഉണ്ട് ഈ കൂട്ടത്തില്. വാണിംഗ് കൊടുത്തിരിക്കുന്നത് പോസിറ്റീവായിട്ട് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കടങ്ങളുടെ പ്രതിപാദനം, പിന്നെ ഏക ശരീരമായി തീരണം. അതുപോലെ അവസാനം പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിന്റ് വീണ്ടും ആവർത്തിക്കുകയാണ്, അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തോടും രക്തത്തോടും ഐക്യപ്പെടാൻ യോഗ്യരായി തീരണം. എന്ന് വെച്ചാൽ കർത്താവിന്റെ പെസഹ രഹസ്യത്തിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് യോഗ്യത ഉണ്ടാകണം എന്നാണ്. അതേസമയം ജാഗ്രത പുലർത്തേണ്ടത് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ശിക്ഷാവിധിക്ക് ഈ കുർബാന സ്വീകരണം ഇടയാകരുത്. പൗലോസ് നമ്മൾ വ്യക്തമായിട്ട് ശിക്ഷാവിധിയാണ് ഉൾക്കൊള്ളുന്നു പറഞ്ഞത്. അതുപോലെ രോഗത്തിനും ബലഹീനതയ്ക്കും കാരണമാകുന്നു. ഇതെല്ലാം പൗലോസ്ലിയുടെ കാഴ്ചപ്പാടുകൾ തന്നെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ പലരും രോഗികളായിരിക്കുന്നത് ഈ അയോഗ്യമായ കുർബാന സ്വീകരണം കൊണ്ടാണെന്ന് പൗലോസ്ലിയ പറയുന്നുണ്ടല്ലോ. അപ്പോൾ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ എത്ര തരത്തിൽ ആഴമായി പരിവർത്തനപ്പെടുത്താം എന്നുള്ളതിന് നമുക്ക് ഈ കൂദാശ പ്രാർത്ഥന വലിയ ഒരു മാതൃകയും പ്രചോദനവുമാണ്. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ അച്ഛാ. പൊതുവെ ചിലർക്കൊരു സംശയമാണ്, തെഗദോറിന്റെ അനാഫ്രയിലും നെസ്തോറിയസിന്റെ അനാഫ്രയിലും ഈ എപ്പിക്ലേസിന്റെ സമയത്തും നമ്മൾ അപ്പവും കാസയും എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കുറച്ച് പേർ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, എപ്പോഴാണ് അപ്പവും കാസയും ശരീരരക്തങ്ങളായിട്ട് മാറുന്നത്? ആ ചോദ്യം അതിൽ ശരിയായ ചോദ്യം അല്ലെങ്കിൽ കൂടി അങ്ങനെ ചോദിക്കുന്നവരും അന്വേഷിക്കുന്നവരും ഉണ്ട്. അപ്പോൾ റൂഹാഷ്ണ പ്രാർത്ഥന എത്തുമ്പോഴും അതിനെ അപ്പവെന്ന് കാസയെന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതിന്റെ വിശദീകരണം എന്തായിരിക്കും? പുരാതന പാരമ്പര്യങ്ങളിൽ പിതാക്കന്മാരുടെയൊക്കെ പ്രതിപാദനങ്ങളിൽ കുർബാനയ്ക്ക് കോൺസെൻട്രേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ അനാഫറയൊക്കെ കഴിഞ്ഞ് വിഭജന ശുശ്രൂഷ ആയാലും ചിലപ്പോൾ അപ്പമെന്ന് വിളിക്കും. അപ്പമെന്നും പിന്നെ കാസയെന്നൊക്കെ വിളിക്കുന്ന, ചിലപ്പോൾ ഒരുപാട് മുമ്പേ തന്നെ ശരീരരക്തം വിളിക്കും, തിരിച്ചും പറയും. നമ്മള് മിശിഹ കർത്താവിൻ തിരുമൈ നിണവും ഇത് പ്രൊലപ്റ്റിക് ലാംഗ്വേജ് ഉപയോഗിക്കുന്നിടത്ത് അപ്പോൾ ശരീരരക്തം ആയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു പ്രിസൈസ് മോമെന്റ്, ഇപ്പൊ അനാഫറയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു പ്രിസൈസ് മോമെന്റ് ഈ സമയത്ത് ആയി കഴിഞ്ഞു എന്ന് നമ്മൾ പറയുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തോടെ പൂർണ്ണമായി അങ്ങനെയാണ്. ഇന്നിപ്പോ തിയോളജിയൻസ് ഒക്കെ പൊതുവെ അംഗീകരിക്കുന്ന ഒരു കാര്യം അനാഫറ മുഴുവനും ഉദാശപരമാണെന്നുള്ളത്. അനാഫറ മുഴുവനും അത് തീരുന്നതോടെ ശരീരക്തങ്ങളായെന്ന് പറയുന്നത് അനാഫയാണ് പൊതുവെ പറയുന്നത് അല്ലേ? അനാഫയിലാണ് സംഭവിക്കുന്നതാണ് പറയുന്നത്. രണ്ട് തരത്തിലുള്ള എപ്പിക്ലേസിസ് ഉണ്ട്. കോൺസെൻട്രേറ്ററി എപ്പിക്ലേസിസ് എന്ന് പറയുന്നത് ഈ വസ്തുഭേദത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള എപ്പിക്ലേസാണ്. അതുള്ളിടത്തെല്ലാം അപ്പത്തെ ശരീരമാക്കണമേ, കാസയെ വ്യക്തമാക്കണേ എന്ന് തന്നെ പറയുന്നു. അന്ത്യോക്യൻ അനാഫറകളിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ അപ്പത്തെ ശരീരമാക്കണേ, പിന്നെ കാസയെ വ്യക്തമാക്കണമെന്ന്. ലത്തീൻ അനാഫറയിലും ലത്തീൻ യുക്രിസ്റ്റിലും ആദ്യ ഭാഗം കോൺസെൻട്രേറ്ററിയാണ്. അവിടെ അപ്പത്തെ ശരീരമാക്കുന്ന ആ രീതിയിലാണ് പ്രാർത്ഥന കിടക്കുന്നത്. അതേസമയം അവിടെ ഒരു കമ്മ്യൂണിയൻ എപ്പിക്ലേസിൻ്റെ എലമെൻ്റ് ഉണ്ട്. സെക്കൻഡ് പാർട്ടിൽ ഞങ്ങളൊരു ശരീരവും ഒരു ആത്മാവാക്കി തീർക്കണേ എന്നുള്ള പറയുന്നുണ്ട്. ഇവിടെ കുറേ കൂടി വ്യക്തമായിട്ടൊരു കോൺസെൻട്രേറ്ററി എപ്പിക്ലേസിൻ്റെ ശൈലി ഈ തേഡോറിലും നെസോറിസിലും പുലർത്തുന്നുണ്ട്. എന്നാൽ
അത്തായിയുടെയും മാറിയുടെയും കുദാശയിൽ അങ്ങനെയില്ല. ഈ കുർബാനയിൽ ആവസിച്ച് ഇതിനെ പൗത്രീകരിക്കണമെന്ന് പറഞ്ഞു. കുർബാന എന്ന് പറഞ്ഞാൽ അപ്പവും വീഞ്ഞും അല്ല, കർത്താവ് ശംശിയുടെ ശരീരരക്തങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ കർത്താവ് ശംശിയുടെ ശരീരരക്തങ്ങളിൽ ആവസിക്കുക എന്നുള്ള രീതിയിലാണ് അത്തായിയുടെയും മാറിയുടെയും കുദാശയിലെ ആ പ്രാർത്ഥന കിടക്കുന്നത്. യെസ് അച്ഛാ, നന്ദിയുണ്ട്. അച്ഛനും എല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു അല്ലേ? പൊതുവായിട്ടുള്ളൊരു ആമുഖം പറഞ്ഞു. ഞാൻ ഇവിടെ സാമ്പിൾ പോലെ ഇടയ്ക്കെന്നുള്ള ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും വായിച്ച് പഠിക്കാനുണ്ട്. ഓരോ പ്രാർത്ഥനയും, ഓരോ ഗൃഹാന്ത പ്രാർത്ഥനയും ആ ഒരു വ്യക്തി കാണുന്ന പോലെ ധാരാളമായ ചിന്തകൾ ഒന്നിനുമേൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ല. കൂടിയിട്ടുള്ള ദൈവജനം പറയാറുണ്ട് അച്ഛാ, ഇത് കൂടിയിട്ട് ആൾക്കാർ തന്നെ പറയാറുണ്ട് എന്ത് ഹൃദ്യമായ പ്രാർത്ഥനയാണ്, അവർ കുറച്ചുകൂടെ ഒരു എലവേറ്റഡ് എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാകാറുണ്ടെന്ന് അവർ പറയാറുണ്ട്. നമുക്ക് ആഗ്രഹിക്കാം എല്ലാവർക്കും ഇത് കൂടാൻ ഭാഗ്യം ഉണ്ടാകട്ടെ എന്നല്ലേ. ഒരു പക്ഷേ നടക്കുന്നില്ലായിരിക്കും, എല്ലാവരും നടക്കുന്നില്ലായിരിക്കും. പക്ഷേ ഇത് കേട്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എത്ര പ്രാധാന്യം, എത്ര ഈ പറഞ്ഞ ദൈവശാസ്ത്ര സമ്പന്നമാണ് നെസ്റ്റോറിയസ് അനാഫ എന്ന് മനസ്സിലായി. ആണ്ടുവട്ടത്തിൽ 5 ദിവസം ചെല്ലാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. എങ്കിലും ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ചെല്ലാനുള്ള പ്രൊവിഷനും ഉണ്ട് അല്ലെ. നമ്മൾ താല്പര്യം ആഗ്രഹിക്കുന്ന പക്ഷം ഇത് നമുക്ക് അതിന് പുറത്തും ചെല്ലാൻ പറ്റുന്നതല്ലേ. അതോ 5 ദിവസമേ പാടുള്ളൂ എന്നുണ്ടോ? ഈ 5 ദിവസം മറ്റു ദിവസങ്ങളിലും ചെല്ലാവുന്നതാണ്. നമുക്കൊരു സോളം മൂഡിൽ ചെല്ലാവുന്ന നമ്മുടെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള നിർദ്ദേശത്തിൽ ഇത് കൂട്ടിച്ചേർത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് ചൊല്ലേണ്ട ദിവസങ്ങൾ ഇതൊക്കെയാണ്. എങ്കിലും ആരാധനാകാലത്തിൽ ലിറ്റർജിക്കൽ ഇയർ ഏത് അവസരത്തിലും ചെല്ലാവുന്ന പറഞ്ഞ ഉദ്ദേശം എന്ന് പറയുന്നത് കേവലം ഈ നിർദ്ദിഷ്ട കാലം കൊണ്ട് തീർക്കണ്ട, മറ്റു കാലത്തും ചൊല്ലാവുന്ന. പക്ഷെ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അതായി മാറി ത്രൂ ഔട്ട് ദ ഇയർ ആഘോഷിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊരു വാക്ക് എനിക്ക് പറയാനുള്ളത്, പുരോഹിതം ബലിയർപ്പിക്കുന്നത് വിശ്വാസികളെ ആത്മീയ അനുഭവത്തിൽ ഉയർത്താൻ വേണ്ടിയാണ്, രക്ഷയുടെ അനുഭവത്തിൽ ഉയർത്തുക, അതാണ്. അല്ലാതെ പുരോഹിതൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബോധ്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയല്ല അവിടെ. നമ്മളവിടെ പുരോഹിതൻ ബലിപീഠത്തിന് മുമ്പ് നിൽക്കുമ്പോൾ സഭയുടെ വ്യക്തിയായിട്ട് ദൈവത്തിന് പകരമായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റിവെച്ചിട്ട് വിശ്വാസിക്ക് അവരുടെ വിശ്വാസ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുമെങ്കിൽ തടസ്സം പറയരുത്. എനിക്കതിനെക്കുറിച്ച് വളരെ സങ്കടകരമായി തോന്നുന്നത് നമ്മുടെ സീറോ മലബാർ സഭയിൽ വളരെ പുരോഹിതന്മാർ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ താല്പര്യക്കുറവിൻ്റെ പേരിൽ ജനത്തിന് അവകാശപ്പെട്ട ഈ ഉദാശ പ്രാർത്ഥനകളെ മാറ്റിവെക്കുന്നു, അത് അവരിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. അത് വലിയ ഗൗരവമായൊരു തെറ്റാണ്. ദൈവത്തിന് മുമ്പിൽ തെറ്റാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ജനത്തിൻ്റെ അവകാശത്തെ തടയാൻ പുരോഹിതന് യാതൊരു ഒരു സാധ്യതയും ഇല്ല. അതുകൊണ്ട് കഴിയുന്നിടത്തോളം അച്ഛന്മാർ ഇത് ജനങ്ങൾക്ക് കൊടുക്കണം, ഒരേ അനുഭവത്തിലേക്ക് നയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു അച്ഛാ. അച്ഛനോടൊപ്പം ചെലവഴിച്ച ഈ സമയത്തെ ഓർത്ത്, അച്ഛൻ്റെ വിലയേറിയ സമയമാണ്, ഒത്തിരി തിരക്കുകളുള്ള അച്ഛനാണ്. നമുക്ക് വേണ്ടി ദൈർഘ്യമുള്ള ഈ ഒരു എപ്പിസോഡ് അച്ഛൻ ചെയ്തു തന്നതിന്, നിങ്ങളിലേക്ക് ഇത്രയും അറിവുകൾ അച്ഛൻ എത്തിച്ചതിനെ ഓർത്ത് അച്ഛന് നന്ദി പറയുന്നു. ദൈവാനുഗ്രഹം അച്ഛൻ്റെ ശുശ്രൂഷകളിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് അച്ഛൻ സെമിനാരി വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന വലിയ ശുശ്രൂഷയാണ്. നാളത്തെ വൈദികരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുർബാനയിൽ തീക്ഷ്ണതയുള്ള ഒരു വൈദിക സമൂഹത്തെ രൂപപ്പെടുത്താൻ അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു എപ്പിസോഡിൽ അച്ഛനോടൊപ്പം നമുക്ക് ഇനിയും കാണാം. താങ്ക് യു അച്ഛാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.